കേരളത്തിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വാളയാർ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്ന കേരളത്തിലേക്കുള്ള അതിപ്രശസ്തമായ ഒരു പ്രവേശന കവാടമാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വാളയാറിൻ്റെ കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ യാത്ര. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴി വാളയാറിലെത്തിയപ്പോൾ വാളയാർ ഡാം കണ്ടപ്പോൾ അവിടെ പോകാനൊരാഗ്രഹം. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴെല്ലാം സ്ഥിരം പോകുന്നൊരു വഴിയായിരുന്നു ഇത്. അന്ന് തൊട്ടേ ഉള്ള ആഗ്രഹമാണ് ആ ഡാമിൻ്റെ അടുത്ത് പോയി കാണണമെന്നുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അതിനൊരു സമയം ഒത്തുവന്നത്. ഹൈവേയിലൂടെ പലതവണ കടന്നു പോയിട്ടുണ്ടെങ്കിലും വാളയാർ ഡാമിനടുത്തേക്ക് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഗൂഗിൾ മാപ്പിലെ റൂട്ട് അനുസരിച്ച് ഡാമിനടുത്തെത്താൻ കുറച്ചുകൂടി യാത്ര ചെയ്യാനുണ്ട്. ഈ ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത കേരള തമിഴ്നാട് ബോർഡറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഡാമാണിത്. അതായത് ഈ ഡാം പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഡാമിൻ്റെ മറ്റൊരു ഭാഗം തമിഴ്നാട്ടിലാണ് എന്നാണ് കേട്ടിരിക്കുന്നത്. ഡാമിന് അടുത്തായാണ് മലബാർ സിമെൻസിൻ്റെ പ്ലാന്റും മലബാർ സിമെൻസിൻ്റെ അടുത്തായാണ് വാളയാർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളിലായി താഴ്ന്ന പ്രദേശം അത് കേരളത്തിലേക്ക് വഴിയൊരുക്കി. അതായത് ആ താഴ്ന്ന പ്രദേശത്തുകൂടി കുറേ പേർ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ തുടങ്ങി. പാലക്കാട് ഗ്യാപ്പ് അല്ലെങ്കിൽ പാലക്കാടൻ വിടവ് എന്നെല്ലാമാണ് ആ താഴ്ന്ന പ്രദേശത്തെ നമ്മൾ വിളിച്ചു വരാറ്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാൽ ചുറ്റപ്പെട്ട പാലക്കാടൻ വിടവ്, ഈ പാലക്കാടൻ ഗ്യാപ്പിലുള്ള ഒരു സ്ഥലമാണ് വാളയാർ. വാളയാർ എന്ന പേര് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത് മലബാർ സിമെൻസിൻ്റെ പ്ലാന്റും ഇവിടുത്തെ ചെക്ക് പോസ്റ്റുമൊക്കെയാണ്. ഹൈവേയിൽ നിന്ന് അകത്തേക്ക് കയറിയതും കുറേ കടകളായിരുന്നു. അത് കഴിഞ്ഞ് കുറേ വീടുകളാണ് കാണാൻ കഴിഞ്ഞത്. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ കാടിനുള്ളിലൂടെയായി യാത്ര. ഇപ്രാവശ്യം ഗൂഗിൾ മാപ്പ് തെറ്റിച്ചില്ല. ഇവിടെ നിന്നും അങ്ങ് ദൂരെയായി വാളയാർ ഡാമിൻ്റെ ഷട്ടറും കാണാൻ കഴിയും. വെള്ളം കുറവായതുകൊണ്ട് ഷട്ടർ തുറന്നിട്ടില്ല. ഇതുപോലുള്ള ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ സേഫല്ല, പ്രത്യേകിച്ചും ഫാമിലിയായി വരാനല്ല. ഡാമിൻ്റെ മറ്റൊരു ഭാഗത്ത് കൊടും കാടാണ്. ചെറിയൊരു കട പോലും ഇവിടെയൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതിൽ നിന്നും മനസ്സിലാകാൻ കഴിയുന്നത് ഇവിടെ സഞ്ചാരികൾ വരുന്നില്ല എന്നു തന്നെയാണ്. സഞ്ചാരികൾ വരുന്ന സ്ഥലമാണെങ്കിൽ ഒരു കടയെങ്കിലും ഡാമിന് അടുത്തായി കാണും. കൽപ്പാത്തി പുഴയുടെ പോഷക നദിയായ വാളയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച ചെറിയൊരു ഡാമാണ് ഈ വാളയാർ ഡാം. ടൂറിസത്തിന് ഇവിടെ നല്ല സാധ്യത ഉണ്ടെങ്കിലും ടൂറിസം ആകർഷണം എന്നതിലുപരി ഒരു ജലസേചന പദ്ധതിയായാണ് ഈ വാളയാർ ഡാം വഴി നടപ്പിലാക്കിയിരിക്കുന്നത്. നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഈ ഡാം ഒന്ന് നടന്നു കാണാൻ നിൽക്കുന്നില്ല. അതുമാത്രമല്ല ഇവിടെ പല ഭാഗങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നടന്ന അപകട മരണങ്ങളാണ് അതിനുള്ള കാരണം. എന്തായാലും പ്രശസ്തമായ ഒരു ഡാം തന്നെയാണ് വാളയാർ ഡാം.